നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. അവസരവാദികൾ കാരണം ഒരു വോട്ട് പോലും കുറയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യക്തിക്കൊപ്പമല്ല പാർട്ടിക്കൊപ്പമാണ് പ്രവർത്തകർ. ചെന്നുകയറിയ ക്യാമ്പിനെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ് ജി സുധാകരന്റേതെന്നും പിണറായി വിജയൻ. ഭൂതകാലത്തെ ഏതെല്ലാം തരത്തിൽ ഇപ്പം ചേർന്നവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയോ അതിനു വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തും. അതിന് CPIM-നെയും CPIM-ന്റെ പ്രധാനികളെയും നല്ല നിലക്ക് ആക്രമിക്കാൻ അദ്ദേഹം തുനിയും. അതിൻ്റെ ഭാഗമാണ്. കേരളത്തെ പിന്നോട്ടടിപ്പിച്ച UDF-ന്റെ ഇരുണ്ട കാലം തിരികെ വരരുതെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ മുഖ്യമന്ത്രി. കണ്ണൂരിൽ BJP ദേശീയ അധ്യക്ഷന്റെ റോഡ് ഷോ. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ ലോക്സഭ പരിഗണിക്കുക അടുത്ത സമ്മേളനത്തിൽ. പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം. നിയമ ഭേദഗതി ഒരു മതത്തിനും സംഘടനയ്ക്കും എതിരല്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ക്രൈസ്തവ സഭകളുടെ ആശങ്ക കേന്ദ്ര സർക്കാർ പരിഗണിച്ചത് ആശ്വാസകരമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ. രാജ്യത്ത് വിമാന ഇന്ധനവിലയിൽ റെക്കോർഡ് വർധന. ചരിത്രത്തിൽ ആദ്യമായി ഇന്ധനവില കിലോ ലിറ്ററിന് 2 ലക്ഷം രൂപ കടന്നു. വാണിജ്യ LPG സിലിണ്ടറിന് 195 രൂപ കൂടി. സ്വർണ്ണവിലയിൽ പവന് 1440 രൂപയുടെ വർധനവ്. സെൻസെക്സ് 2000-ലധികം പോയിന്റ് ഉയർന്നു. ഡോളറിന് എതിരെ രൂപയുടെ മൂല്യം ഉയരുന്നു. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് റിമാൻഡിൽ. രഞ്ജിത്ത് എറണാകുളം സബ് ജയിലിൽ. പരാതി വ്യാജമെന്ന് രഞ്ജിത്ത്. സർക്കാർ അതിജീവിതയ്ക്ക് ഒപ്പമെന്ന് മന്ത്രി സജി ചെറിയാൻ. രഞ്ജിത്തിനെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. സുരേഷ് ഗോപിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കണമെന്ന ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. സുരേഷ് ഗോപിയുടെ ഉപഹർജി തള്ളി. മതചിഹ്നം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെന്ന ഹർജിയിൽ വിചാരണ നേരിടണം. സുധാകരൻ ഫാക്ടർ ആലപ്പുഴയിൽ LDF-ന് തിരിച്ചടിയാവില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അമ്പലപ്പുഴയിൽ H സലാം വിജയിച്ചു വരുമെന്നും സുധാകരൻ കോൺഗ്രസിന്റെ ആളാണ് എന്ന് തെളിയിക്കാൻ എന്തും വിളിച്ചു പറയുകയാണ് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിലെ LDF പ്രചാരണ പരിപാടികൾക്കായി എത്തിയപ്പോഴായിരുന്നു ജി സുധാകരനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ. വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ സുധാകരൻ നടത്തുന്ന പ്രസ്താവനകൾ കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്താനാണ് എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പാർട്ടിയാണ് സുധാകരനെ വളർത്തിയത്. എന്നാൽ ഭൂതകാലം നിഷേധിക്കാനുള്ള ശ്രമമാണ് സുധാകരൻ നടത്തുന്നത്. ഇനിയും വലിയ ജീർണതയിലേക്ക് സുധാകരൻ മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം അതിനേക്കാളും അപ്പുറവും പറയും. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ തൻ്റെ ഭൂതകാലം അദ്ദേഹത്തിന് നിഷേധിക്കണം. അപ്പോൾ ഭൂതകാലത്തെ ഏതെല്ലാം തരത്തിൽ ഇപ്പം ചേർന്നവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയോ അതിനു വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തും. അതിന് CPIM-നെയും CPIM-ന്റെ പ്രധാനികളെയും നല്ല നിലക്ക് ആക്രമിക്കാൻ അദ്ദേഹം തുനിയും. അതിൻ്റെ ഭാഗമാണ്. ജില്ലയിലെയും സംസ്ഥാനത്തെയും വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ആലപ്പുഴയിലേത് രാഷ്ട്രീയമായി പുന്നപ്ര വയലാറിന്റെ മണ്ണാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി LDF-നെ തകർക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്നും അമ്പലപ്പുഴയിൽ സലാം ജയിക്കുമെന്നും കൂട്ടിച്ചേർത്തു. LDF-നെ പരാജയപ്പെടുത്താൻ UDF BJP-യെ കൂട്ടുപിടിക്കുന്നു. ആലപ്പുഴയിലെ ജനങ്ങളുടെ പാർട്ടി കൂറ് വളരെ വലുതാണ്. ആളച്ചാരി നിൽക്കുന്ന പ്രവർത്തകരല്ല ആലപ്പുഴയിലേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അമൃത ന്യൂസ്, ആലപ്പുഴ. കേരളത്തെ പിന്നോട്ടടിച്ച UDF-ന്റെ ആ ഇരുണ്ട കാലം തിരികെ വരരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വാക്കുപാലിക്കാത്തവരെ തുറന്നുകാട്ടാൻ ഇതിലും നല്ലൊരു ദിവസം വേറെ ഉണ്ടോ എന്നും മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ നടക്കാതെ പോയ പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പട്ടിക സഹിതമാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ FB പോസ്റ്റ്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ മട്ടന്നൂരിൽ വിമാനത്താവളം മുതൽ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. BJP സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു. ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇപ്പോൾ റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ്. കണ്ണൂർ വിമാനത്താവളം മുതൽ മട്ടന്നൂർ ടൗൺ വരെയാണ് ഇത്തരത്തിൽ റോഡ് ഷോ നടത്തുന്നത്. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളായ നിതിൻ നബീൻ, MT രമേശ് തുടങ്ങിയ നേതാക്കളും സദാനന്ദൻ MP ഉൾപ്പെടെയുള്ള ആളുകളും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. മട്ടന്നൂരിലെ സ്ഥാനാർത്ഥിയായ ബിജു എളങ്കുഴിക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായും ഇപ്പോൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും പ്രവർത്തകരുടെ ആവേശമായി തന്നെ മാറുകയാണ് ഈ നേതാക്കളെല്ലാം തന്നെ എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന. വലിയ രീതിയിലുള്ള പിന്തുണ ഈ പ്രകടനത്തിലുണ്ട്. വലിയ രീതിയിലുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ BJP സ്ഥാനാർത്ഥികൾക്ക് ജില്ലയിൽ വലിയ രീതിയിൽ പ്രചരണ രംഗത്ത് ആദ്യഘട്ടം മുതൽക്ക് തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നു. ഇതിന്റെ രണ്ടാം ഘട്ട പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രചരണ പരിപാടികളുമായി BJP നേതൃത്വം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ പകരുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ കണ്ണൂരിൽ ഇന്നേ വരെ BJPക്ക് കാര്യമായ മെച്ചമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പുകളിൽ. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി തെരഞ്ഞെടുപ്പുകൾ കഴിയുന്തോറും ക്രമാതീതമായി വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതായത് ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിക്കുന്ന ഈ BJPക്ക് തെരഞ്ഞെടുപ്പുകളിൽ ചില മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും വലിയ രീതിയിൽ മെച്ചമുണ്ടാക്കാൻ സാധിച്ചിരുന്നു. ഇതിന്റെ ഒരു തുടർ പ്രതിഫലനം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അത് പ്രതിഫലിക്കുമെന്നൊരു പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിനുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. റോഡ് ഷോയിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിനും പ്രചരണ പരിപാടികൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എത്തിയിരിക്കുന്നത്. ചിട്ടയായ പ്രവർത്തനത്തിലൂടെ മാതൃകാപരമായ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കും. ക്രമാനുഗതമായി വോട്ട് ഷെയർ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് BJP നേതാക്കൾക്കും നേതൃത്വത്തിനുമുള്ളത്. എന്തായാലും വലിയ പിന്തുണ ഇതിനോടകം തന്നെ ഈ റോഡ് ഷോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. മട്ടന്നൂർ വിമാനത്താവളം മുതൽ മട്ടന്നൂർ ടൗൺ വരെ ഇത്തരത്തിൽ നീണ്ട ഒരു റോഡ് ഷോയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള MT രമേശ്, സദാനന്ദൻ MP, അതുപോലെ തന്നെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. വൈകിട്ടും സമാന രീതിയിൽ പരിപാടികൾ റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പ് മണ്ഡലത്തിലും അതുപോലെ തന്നെ തലശ്ശേരി മണ്ഡലത്തിലുമൊക്കെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റു വാർത്തയിലേക്ക്. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിനെ റിമാൻഡ് ചെയ്തു. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നലെ മുതൽ എറണാകുളം ജനറൽ ആശുപത്രിയിൽ രഞ്ജിത്ത് നിരീക്ഷണത്തിലായിരുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് രാവിലെ ഡോക്ടർമാർ വ്യക്തമാക്കിയതോടെ പ്രതിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് രഞ്ജിത്ത് പ്രതികരിച്ചു. എന്നാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്ന് പോലീസ് പറഞ്ഞു. ജനുവരിയിൽ ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയാണ് അതിജീവിത പോലീസിൽ പരാതി നൽകിയത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. അതിനിടെ പ്രതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന് മനസ്സിലായതോടെ അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു. തൊടുപുഴ മുട്ടത്ത് നിന്നാണ് അതിനാടകീയമായി രഞ്ജിത്തിനെ പിടികൂടിയത്. വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് നമുക്ക് കുറേ വെരിഫിക്കേഷനും ചെയ്യാനുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചില ആൾറെഡി നോൺ കേസിലുള്ള ആൾക്കാരുടെ സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് കുറേ വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ മുൻകൂട്ടി പോയത്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ടു എനി വുമൻ, എസ്പെഷ്യലി ഇൻ വർക്ക് പ്ലേസ്. ബിക്കോസ് ആൾറെഡി 2 കേസ് ഉണ്ടായിരുന്നതും, ഒന്ന് 377 ആയിരുന്നു, ഒന്ന് 354 ആയിരുന്നു. ആ 2 കേസിലെയും കേസ് അതൊരു റീസണിൽ കോഷായി പോയതാണ്. പ്രിലിമിനറി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു അഫൻസ് നടന്നിട്ടുണ്ടോ, സ്ഥലമുണ്ടോ, അത് കൺഫേം ചെയ്ത് പിന്നെ ഞങ്ങൾ മുൻകൂട്ടി നിൽക്കും. ഞങ്ങളിൽ കേസ് എടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത ഭാഗത്ത് പോയത്. ഷൂട്ടിംഗ് ഷെഡിൽ നടന്നിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് ഷെഡിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. അപ്പം തന്നെ വിക്ടിം കരഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞ് അവർ തന്നെ അവരെ സമാധാനപ്പെടുത്തി വിട്ടിട്ടുള്ളതാണ്. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് രഞ്ജിത്ത് പ്രതികരിച്ചത്. കള്ളക്കേസാണോ സാറേ? എന്താ സാറേ ഇത് വ്യാജമായി അങ്ങനെ തകർക്കാൻ വേണ്ടി കൊടുത്തതാണോ? അറിയില്ല, നോക്കാം, അന്വേഷിക്കാം. ഗുരുതരമായ വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മുൻപുണ്ടായ 2 കേസുകൾ കൂടി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ജാമ്യം തേടി സംവിധായകൻ രഞ്ജിത്ത് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.
രഞ്ജിത്തിനെതിരായ പരാതി ഗൗരവതരമെന്ന് മന്ത്രി സജി ചെറിയാൻ. ആക്ഷേപം വന്നപ്പോൾ തന്നെ കൃത്യമായ നിലപാടെടുത്തു. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് മ്ലേച്ഛകരമാണ്. സർക്കാർ അതിജീവിതയ്ക്ക് ഒപ്പമാണെന്നും സജി ചെറിയാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കാര്യമില്ല. ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല. ഇരയോടൊപ്പം തന്നെയാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ സമൂഹം. ആ കാര്യം ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിശോധിച്ച് ഉചിതമായ നിയമ നടപടിയിലേക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ലൈംഗിക പീഡന പരാതി ഉയർന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. ഇത് സംബന്ധിച്ച നിർദ്ദേശം ഡയറക്ടേഴ്സ് യൂണിയനും റൈറ്റേഴ്സ് യൂണിയനും നൽകിയതായി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മറ്റ് നടപടികൾ അടിയന്തര എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുക്കും. ICCക്ക് പരാതി ലഭിച്ചിട്ടില്ല എന്നും ഈ കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ആരോപണം ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ സന്ദർഭത്തിലാണ് ഇതുണ്ടായിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളെടുക്കുന്ന ഒരു നിലപാടുണ്ട്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിയമപരമായ ഒരു തീർപ്പുണ്ടാകുന്നവരെ നമ്മൾ അംഗത്വത്തിൽ നിന്ന് ആ അംഗത്തെ മാറ്റി നിർത്തും. അപ്പോൾ അത്തരം ഒരു നടപടി വേണമെന്ന് ഞാൻ ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിക്കും റൈറ്റേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറിക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വൈകാതെ കൂടി അവർ ആ നിർദ്ദേശം നടപ്പിലാക്കും. ICC പ്രവർത്തനമുണ്ട്. ICC പരാതി ചെന്നിട്ടില്ല. ഉറപ്പാണ്. ഞാനിന്ന് സംസാരിച്ചല്ലോ, നമ്മുടെ അംഗങ്ങളാണല്ലോ ICCയിൽ വർക്ക് ചെയ്തത്. നിങ്ങൾ മാധ്യമ വാർത്ത കണ്ടപ്പോൾ ICC ചെല്ലുന്ന പരാതികൾ ഒരിക്കലും യൂണിയൻ അറിയേണ്ട കാര്യമില്ല, കോൺഫിഡൻഷ്യാലിറ്റി വേണം. പക്ഷേ ഇങ്ങനെ മാധ്യമ വാർത്ത വന്നപ്പോൾ ഇങ്ങനെ ഒരു പരാതി വന്നിരുന്നോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിരുന്നു. അങ്ങനെ പരാതി വന്നിട്ടില്ല. അല്ല, അതിനെ സാമാന്യവൽക്കരിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ഇത്രയോ ചിത്രീകരണങ്ങൾ നടക്കുന്നു. ഈ നടക്കാൻ ഒരിക്കലും നടക്കരുതാത്താണ്. അതിൽ വലിപ്പച്ചെറുപ്പമല്ല, ഒരിക്കലും ചെറുതോ വലുതോ. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. ബില്ല് പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിഷേധിച്ചു. നിയമ ഭേദഗതി ഒരു മതത്തിനും സംഘടനയ്ക്കും എതിരല്ലെന്നും കോൺഗ്രസും CPMഉം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വിദേശ സംഭാവന നിയന്ത്രണ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്നാണ് ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയത്. രാജ്യ താൽപര്യപ്രകാരമാണ് ഭേദഗതിയെന്നും ബിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചല്ലെന്നും കിരൺ റിജിജു പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ കോൺഗ്രസും CPMഉം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. बिल जो लिस्टेड है वो कंसिडरेशन के लिए टेकअप नहीं किया जा रहा है। और दूसरी बात, FCRA को लेकर के गलत फहमी जो फैलाया गया है केरल में, ये ठीक बात नहीं है। FCRA का जो ओरिजिनल बड़ा अमेंडमेंट 2010 ക്രിസ്ത്യൻ സഭകൾ ഉയർത്തിയ ആശങ്ക ഉൾപ്പെടെ പരിശോധിച്ച് FCRA ബിൽ അടുത്ത സമ്മേളന കാലയളവിൽ പരിഗണിക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടുമെന്ന BJPയുടെ ഭയം കാരണമാണ് ബില്ല് മാറ്റിവെച്ചതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അതുകൊണ്ട് ഈ ബിൽ പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്കും പരിശോധനയ്ക്കും വിടുന്നില്ല. ശരിക്കും ചെയ്യേണ്ടതല്ലേ? പാർലമെന്ററി ജനാധിപത്യ മര്യാദയനുസരിച്ച് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വിവാദപരമായിട്ടുള്ള ഒരു നിയമം അതിശക്തമായ വിയോജിപ്പും പ്രതിഷേധവും രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ, പാർലമെന്റിനകത്തും പുറത്തും ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ ബില്ല് പാർലമെന്ററി സമിതിയുടെ വിശദമായ പരിശോധനയ്ക്ക് അയക്കുക എന്ന് പറയുന്നത് അംഗങ്ങളുടെ അവകാശമാണ്, നിയമനിർമ്മാണ പ്രക്രിയയുടെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് ചെയ്യാതിരിക്കുകയും ബിൽ ചർച്ചയ്ക്കെടുക്കാതെ അടുത്ത സെഷനിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്ന കേവല നടപടി മാത്രമാണ് ഇന്ന് ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നം പരിഹൃതമാകുന്നില്ല. ബില്ല് പൂർണ്ണമായും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റ് കവാടത്തിലും പ്രതിഷേധിച്ചിരുന്നു. നിയമ ഭേദഗതി ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നും വിശദ പരിശോധനയ്ക്കായി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നും CBCI ആവശ്യപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. FCRA ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച നീട്ടിവെച്ചതിൽ ആശ്വാസം പ്രകടിപ്പിച്ച് ഓർത്തഡോക്സ് സഭ. FCRA നിയമ ഭേദഗതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും MP-മാർക്കും CBCI നിവേദനം നൽകിയിരുന്നു. ക്രൈസ്തവ സഭകളുടെ ആശങ്ക കേന്ദ്ര സർക്കാർ പരിഗണിച്ചാണ് ചർച്ച നീട്ടിവെച്ചതെന്ന് കരുതുന്നതായും അത് ആശ്വാസകരമാണെന്നും മലങ്കര ഓർത്തഡോക്സ് സഭ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഭേദഗതി ബില്ലിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സഭ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക
കെ ബാവ നിയമ ഭേദഗതിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. സഭയുടെ 3 അക്കൗണ്ടുകൾ 2 വർഷമായി ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നുവെന്നും മോദിയുമായി നേരിട്ട് സംസാരിച്ചിട്ടും വിഷയത്തിൽ പരിഹാരം ഉണ്ടായില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തനിക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കില്ലെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാദം ഹൈക്കോടതി തള്ളി. ലോക്സഭാംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കേസിൽ സുരേഷ് ഗോപി നൽകിയ ഉപഹർജിയാണ് കോടതി തള്ളിയത്. സുരേഷ് ഗോപിയുടെ ഹർജി തള്ളിയ ഹൈക്കോടതി നടപടി സ്വാഗതാർഹമെന്ന് VS സുനിൽകുമാർ. പരാതിയിലെ പ്രധാന വാദഗതികൾ കോടതി അംഗീകരിച്ചു കഴിഞ്ഞു. തെളിവുകൾ സഹിതം നൽകിയ പരാതി കോടതി വിശദമായി പരിശോധിച്ചു. സുരേഷ് ഗോപിയുടെ തടസ്സവാദങ്ങൾ കോടതി തള്ളിക്കളഞ്ഞാണ് വിചാരണ നേരിടണമെന്ന് പറഞ്ഞത്. കോടതി നടപടി പ്രതീക്ഷ നൽകുന്നതാണ് എന്നും സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. സുരേഷ് ഗോപി കൊടുത്തിട്ടുള്ള തടസ്സവാദങ്ങൾ കോടതി തള്ളിക്കളഞ്ഞുകൊണ്ട് വിചാരണ നേരിടണമെന്ന് പറഞ്ഞിട്ടുള്ള ഹൈക്കോടതിയുടെ വിധി വളരെ പ്രതീക്ഷ നൽകുന്നതും സ്വാഗതാർഹവുമാണ്. സുരേഷ് ഗോപിയുടെ ഹർജി തള്ളിയ ഹൈക്കോടതി നടപടിയിൽ പരാതി സ്വീകരിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് AYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ. വീഡിയോ സഹിതമാണ് തെളിവുകൾ കോടതിക്ക് നൽകിയത് എന്നും ബിനോയ് ഷബീർ പറഞ്ഞു. ആത്മവിശ്വാസമുണ്ട് എന്ന് മാത്രമല്ല, ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ടും വർഗീയത കൊണ്ടും വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന ഉത്തരേന്ത്യയിലെ BJPയുടെ സംസ്കാരം, മതേതരത്വത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന ഈ കേരളത്തിലേക്കും BJP കൊണ്ടുവരുന്നു എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുമെന്ന് ഈ തലമുറയെ കാട്ടിക്കൊടുക്കുക കൂടിയാണ് ഈ ഒരു ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പെറ്റീഷൻ. തീർച്ചയായും അത് സ്വീകരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഹൈക്കോടതിയിലെ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് തന്നെ വിടണം എന്നുള്ളതില്ല എന്ന് അപ്പോൾ വക്കീൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതൊരു പോസിറ്റീവായിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും സപ്പോർട്ടിംഗ് തെളിവുകൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ സ്വീകരിച്ചത്. തീർച്ചയായിട്ടും അവരുടെ പേജിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, ഓഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വീഡിയോ സഹിതമാണ്, ഞങ്ങൾ വിത്ത് പ്രൂഫാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റു എന്ന് പറയാനാവില്ല എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിഷയത്തിൽ മേൽക്കോടതിയെ സമീപിക്കും. തെളിവുകൾ അവരുടെ പക്കലുണ്ടെങ്കിൽ കോടതിയിൽ സമർപ്പിക്കട്ടെ. തെളിവുകൾ തങ്ങളുടെ പക്കലും ഉണ്ട്. കോടതിയുടെ ഒരു നടപടിയായി മാത്രമേ ഇതിനെ കാണാനാകൂ എന്നും സുരേഷ് ഗോപി തൃശ്ശൂരിൽ പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ, ഇനി മറ്റവർക്ക് തിരിച്ചടി കിട്ടുന്ന വിധി വരുമ്പോൾ നിങ്ങൾ എന്ത് പറയും? അങ്ങനെ തിരിച്ചടിയും അടിയും ഒന്നുമില്ല. കോടതി ചില കണ്ടെത്തലുകൾ നടത്തും, അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്തും. ചില വിധി പ്രസ്താവം എന്ന് പറയുന്നതല്ലല്ലോ ഇത്, അല്ലേ? പറട്ടെ. മറ്റു വാർത്തകളിലേക്ക്. സാമ്പത്തിക മേഖലയിൽ ഇന്നു മുതൽ സുപ്രധാന മാറ്റങ്ങൾ. പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വന്നു. ചട്ടങ്ങളുടെ എണ്ണം 399 നിന്ന് 190 ആയും ടാക്സ് ഫോമുകൾ 511 നിന്ന് 333 ആയും കുറച്ചു. പാൻ കാർഡ്, ആധാർ അപേക്ഷകളിലും മാറ്റങ്ങൾ. അതേസമയം രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രക്രിയയ്ക്കും ഇന്ന് തുടക്കമായി. ആദായ നികുതി നിയമം, ബാങ്ക് ഇടപാടിലെ മാറ്റങ്ങൾ, പാൻ കാർഡ്, ആധാർ കാർഡ് അപേക്ഷകളിലെ വരുത്തിയ വ്യത്യാസങ്ങൾ ഉൾപ്പെടെ സുപ്രധാന മാറ്റങ്ങളോടെയാണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചത്. 1961 ആദായ നികുതി നിയമത്തിന് പകരം ഘടനയിൽ സുതാര്യത വരുത്തിക്കൊണ്ട് പുതിയ ആദായ നികുതി നിയമം പ്രാബല്യത്തിൽ വന്നു. ഇനി മുതൽ സാമ്പത്തിക വർഷം, അസസ്മെന്റ് വർഷം എന്നിവയ്ക്ക് പകരം നികുത വർഷം മാത്രമായിരിക്കും ഉണ്ടാവുക. പുതുക്കിയ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി നീട്ടും. നിലവിൽ ഡിസംബർ 31 വരെയാണ് സമയം. ഇനി മാർച്ച് 31 വരെ ചെറിയ ലേറ്റ് ഫീ നൽകി ഫയൽ ചെയ്യാം. ITR 1, 2 ഫോമുകൾ നൽകുന്നവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി ജൂലൈ 31 തുടരും. നോൺ ഓഡിറ്റ് ബിസിനസ്സുകൾക്കും ട്രസ്റ്റുകൾക്കും ഓഗസ്റ്റ് 31 വരെ സമയം ലഭിക്കും. അതേസമയം രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രക്രിയയ്ക്കും ഇന്ന് തുടക്കമായി. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന സെൻസസ് പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമാണ് ഇന്ന് ആരംഭിക്കുന്നത്. കേരളത്തിൽ ആദ്യഘട്ട നടപടികൾ ജൂൺ മാസത്തോടെ ആരംഭിക്കും. 2011 ശേഷം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നീണ്ടുപോയ 2021 സെൻസസ് ആണ് നിലവിൽ ആരംഭിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇറാൻ US യുദ്ധം
രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമല്ലെന്നും ട്രംപ് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ച് വ്യക്തമാക്കി. ഇറാനുമായി ഒരു ഔദ്യോഗിക കരാറോ ഉടമ്പടിയോ ഇല്ലാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ US-ന് കഴിയുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു സൈനിക നടപടിയുടെ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കപ്പെട്ടു എന്ന് ട്രംപ് അവകാശപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി ഒരു ഒത്തുതീർപ്പ് കരാറിൽ ഏർപ്പെടണമെന്ന് നിർബന്ധമില്ല എന്നും ട്രംപ് പറഞ്ഞു. രാജ്യത്ത് വിമാന ഇന്ധന വിലയിൽ റെക്കോർഡ് വർധന. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് ആഗോള എണ്ണവിലയിലുണ്ടായ കുതിച്ചുചാട്ടമാണ് വർധനവിന് കാരണം. ചരിത്രത്തിൽ ആദ്യമായാണ് വിമാന ഇന്ധനവില കിലോ ലിറ്ററിന് 2 ലക്ഷം രൂപ കടക്കുന്നത്. വിമാന കമ്പനിയുടെ പ്രവർത്തന ചെലവിന്റെ ഏകദേശം 40% ഇന്ധനത്തിനായാണ് ചെലവാകുന്നത്. അതുകൊണ്ട് തന്നെ വിമാന ടിക്കറ്റ് നിരക്ക് ഉയർന്നേക്കും. പൊതുമേഖലാ എണ്ണ വിതരണ കമ്പനികൾ വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില വീണ്ടും വർദ്ധിപ്പിച്ചു. 195 രൂപ 50 പൈസയാണ് കൂട്ടിയത്. ഇതോടെ വാണിജ്യ സിലിണ്ടറിന് കൊച്ചിയിൽ 2092 രൂപയും കോഴിക്കോട് 2214 രൂപയും തിരുവനന്തപുരത്ത് 2113 രൂപയുമാണ് പുതിയ വില. കഴിഞ്ഞ മാസവും വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടിയിരുന്നു. വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം ഇനിയും സാധാരണ നിലയിൽ ആയിട്ടില്ലാത്തതിനാൽ കേരളത്തിൽ 50% ഹോട്ടലുകളും അടഞ്ഞുകിടക്കുകയാണ്. പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിട്ടില്ല. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് ഒറ്റയടിക്ക് 1440 രൂപയാണ് ഇന്ന് കൂടിയത്. 1,11,080 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 180 രൂപ കൂടി 13,885 രൂപയായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ഉണ്ടായ അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയെ സ്വാധീനിച്ചത്. പുതിയ സാമ്പത്തിക വർഷത്തിൽ ഓഹരി വിപണിയിൽ നിന്ന് ശുഭവാർത്ത. ഇന്ന് കുതിപ്പോടെയാണ് വിപണി ആരംഭിച്ചത്. നിഫ്റ്റി 581 പോയിന്റ് ഉയർന്ന് 22,913 വ്യാപാരം ആരംഭിച്ചത്. സെൻസെക്സ് 2000-ലധികം പോയിന്റ് ഉയർന്ന് 73,954 വ്യാപാരം ആരംഭിച്ചു. ബാങ്കിംഗ് ഓഹരികൾ നേട്ടത്തിലാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള ആഗോള സൂചികകളിലെ കുതിപ്പും ഇന്ത്യൻ വിപണിക്ക് മുതൽക്കൂട്ടായി. ക്രൂഡ് ഓയിൽ വിപണിയിൽ വില ബാരലിന് $90 മുതൽ $105 നിരക്കിൽ സ്ഥിരത പുലർത്തുന്നതും നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്നു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യവും മെച്ചപ്പെടുകയാണ്. ഡോളർ സൂചിക താഴ്ന്നതും RBI ഇടപെടലും രൂപയ്ക്ക് തുണയായി. പെരുമ്പാവൂരിൽ മോഷണക്കുറ്റം ആരോപിച്ച് യുവാവിനെ തല്ലിക്കൊന്നു. മരിച്ച ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവവുമായി ബന്ധപ്പെട്ട 6 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്താണ് പറയുന്നത്? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു മോഷണക്കുറ്റം ആരോപിച്ചാണ് ഈ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും തുടർന്ന് മരിക്കുകയും ചെയ്തത്. ഇപ്പോഴും മരിച്ചയാളുടെ മൃതദേഹം പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്ലൈവുഡ് കമ്പനിയിലെ തടി ഉപയോഗിച്ച് വയറും കൈകാലുകളിലുമാണ് കാര്യമായി മർദ്ദിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാർ ഓടി വന്നപ്പോഴാണ് ഈ കാര്യം അറിയാൻ സാധിച്ചത്. 6 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതിൽ 3 സഹോദരന്മാർ ഉൾപ്പെടെയുള്ള അസം സ്വദേശികളാണ്. പെരുമ്പാവൂർ മുടിക്കലിലെ AM വിനീർ എന്ന സ്ഥാപനത്തിലെ രാത്രിയിലാണ് സംഭവം നടന്നത്. മൊബൈൽ ഫോണും പൈസയും മോഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് ഇവർ മർദ്ദിച്ചത്. 6 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രതികളായ 6 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ മരിച്ച ആളെ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അന്വേഷണം കൂടുതൽ രീതിയിലേക്ക് പോവുകയും യഥാർത്ഥത്തിൽ ഈ മോഷണക്കുറ്റം തന്നെയാണോ കാരണം എന്നുള്ള കാര്യത്തിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും പോലീസ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ആരോപണം സ്ഥിരീകരിച്ചിട്ടില്ല. മായ. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റു വാർത്തയിലേക്ക്. കടലുണ്ടിയിൽ ട്രെയിനിന് നേരെയുണ്ടായ കല്ലേറിൽ പരിക്കേറ്റ വടകര പുറമേരി സ്വദേശിനിയായ വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി. അപകടത്തിൽ ഐശ്വര്യയുടെ താടിയെല്ലിനാണ് പരിക്കേറ്റത്. 2.5 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്ക് ചെലവായത്. അതേസമയം കല്ലേറ് നടത്തിയവരെ ഇതുവരെ അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന് നേരെ ഉണ്ടായ കല്ലേറിൽ പരിക്കേറ്റ ഐശ്വര്യയുടെ അച്ഛനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. 30 രാത്രിയായിരുന്നു സംഭവം. അത് 30 കോളേജിൽ നിന്ന് സ്റ്റഡി ലീവിന് വീട്ടിലേക്ക് വരുമ്പോൾ ട്രെയിനിന് കൊണ്ട് 6:05 ആലുവ സ്റ്റേഷൻ ട്രെയിൻ കയറി ഏതാണ്ട് ഫറൂഖിനും ഇടയിൽ വെച്ചിട്ട്
ട്രെയിനിന് നേരെ കല്ലെറിയുണ്ടായത്. അപ്പോൾ കല്ലേറിലാണ് മകൾക്ക് പരിക്ക് പറ്റുന്നത്. താടിയെല്ലിനാണ് പൊട്ടലുണ്ടായത്. താടിയെല്ലിനും ചുണ്ടിനും മേൽഭാഗത്തിനും പല്ലും നാല് പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ താടിയെല്ലിന് പൊട്ട് സംഭവിച്ചിട്ടുണ്ട്. അതിന്നലെ സർജറി ചെയ്ത് ഏതാണ്ട് 4 മണിക്കൂർ നിൽക്കുന്ന സർജറി ആയിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് മേലത്തെ ഭാഗം പല്ലിൻ്റെ കാര്യം അങ്ങനെ തന്നെ പൊരിഞ്ഞു പോയതാണ്. എല്ലാം ഒരു ഭാഗത്തിൽ 6 പല്ലും അത് തൽക്കാലം നിലനിർത്തിയിട്ടുണ്ട്. അത് 50 ചാൻസാണ് ഉള്ളത്. പിന്നെ ചുവട്ടിലെ 4 പല്ല് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റും. അത് തന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് സ്ഥിതി? വേദന നല്ല വേദന ഉണ്ട്. താടിയെല്ലിന് പരിക്കേറ്റ് അത് നേർക്കാക്കുമ്പോൾ കൂടി ഒരുപാട് കഷ്ടപ്പെടും ഡോക്ടർമാരാണ്. അപ്പോൾ അതുകൊണ്ട് വേദന നല്ലോണം ഉണ്ട്. അപ്പോൾ വേദനക്കുള്ള ഇഞ്ചക്ഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 മാസം അതിന് ഒന്നും കട്ടിയുള്ള ആഹാരം കഴിക്കാതെ ജ്യൂസ് മാത്രം കഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ഈ ചികിത്സയ്ക്കൊക്കെ എത്ര സഹായം അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഈ 2 ലക്ഷം ഉറുപ്പിയോളം വേണ്ടി വരുന്ന ഈ ആശുപത്രി പറഞ്ഞത് സർജറിക്ക് മാത്രമാണ്. മറ്റ് ചിലവുകൾ പുറത്ത്, അതായത് ആദ്യം CT സ്കാൻ എടുത്ത് താടിയെല്ലിൻ്റെത്, പിന്നെ ബ്രെയിനിൻ്റെ എടുത്ത് CT സ്കാൻ എടുത്ത്, അതൊക്കെ ഇതിന് പുറമെയാണ്. മരുന്നിന് മെഡിസിനൊക്കെ ഇതിന് പുറമെയാണ്. 2 ലക്ഷം രൂപയോളം ഇതിന് ചിലവാകുന്നവർ ഡോക്ടർ പറഞ്ഞത്, ഓപ്പറേഷന് മാത്രം. മറ്റ് ഹോസ്പിറ്റലിൽ വാടക, റൂം വാടക എല്ലാം അതിന് പുറത്താണ്. 4000 ഉറുപ്പിൻ്റെ അടുത്ത് വാടക റൂമിന് റെൻറ്റ് വരുന്നുണ്ട്. പഠിക്കുകയായിരുന്നു അവിടെ ആലുവയിൽ? ഒരു PGക്ക് പഠിക്കുകയായിരുന്നു. അപ്പോൾ വെക്കേഷൻ്റെ, അതായത് സ്റ്റഡി ലീവിന് വേണ്ടി വീട്ടിൽ വരുമായിരുന്നു. ഇനി 17 എക്സാമിന്. ഐശ്വര്യയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ചികിത്സയ്ക്കായി വൻ തുകയാണ് ചിലവഴിക്കേണ്ടി വന്നത്. ട്രെയിനിന് കല്ലേറിയുന്ന സംഭവം കോഴിക്കോട് നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്യാമറമാൻ അനുരാഗ് നിർമ്മലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്. 4 തവണ ലോക ചാമ്പ്യന്മാരായ ഇറ്റലി 2026 ലോകകപ്പ് ഫുട്ബോളിലും യോഗ്യത നേടാനാവാതെ പുറത്തായി. നിർണായകമായ പ്ലേ ഓഫ് ഫൈനലിൽ ബോസ്നിയ ഹെർസെഗോവിനയോടാണ് പരാജയപ്പെട്ടത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും സമനില പാലിച്ചതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-1 ബോസ്നിയ ഇറ്റലിയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ തുടർച്ചയായി 3 ലോകകപ്പുകൾ നഷ്ടമാകുന്ന ആദ്യ മുൻ ചാമ്പ്യന്മാരായി ഇറ്റലി മാറി. പ്രതിരോധ താരം അലസാൻഡ്രോ ബാസ്റ്റോണി ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് ഇറ്റലിക്ക് തിരിച്ചടിയായി. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.